Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണല്ലോ. ചമ്മന്തി നമ്മൾ പല രീതിയിൽ കഴിക്കും. ദോശയുടെ കൂടെ കഴിക്കാറുണ്ട്, ഇഡ്ലിയുടെ കൂടെ കഴിക്കാറുണ്ട്, ചിലർ ചപ്പാത്തിയുടെ കൂടെ വരെ കഴിക്കാറുണ്ട്, ചിലർ കഞ്ഞിയുടെ കൂടെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. പല രീതിയിൽ നമ്മൾ ചമ്മന്തി കഴിക്കാറുണ്ട്. നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറൈറ്റി ചമ്മന്തികൾ കാണാറുണ്ട്. ക്യാരറ്റ് ഇട്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, പുതിന ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. പിന്നെ പരിപ്പ്, അതായത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞത് ഈ കുറച്ച് കട്ടി തോന്നാനും അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പിട്ട് ചമ്മന്തി ആക്കാറുണ്ട്. പിന്നെ പല വെറൈറ്റി ചമ്മന്തികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് വെളുത്തുള്ളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി കുറച്ച് ബീട്രൂട്ട് ഇട്ടിട്ട്, കുറച്ച് ചെറിയ അളവ് ബീട്രൂട്ട് ഇട്ടിട്ട് അത് ചമ്മന്തി ഉണ്ടാക്കുമ്പോഴത്തേനും കളർ മാറി ഒരു റെഡ് കളറിലേക്ക് വരും. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ഇലകൾ ഇട്ടിട്ട് പുതിന അങ്ങനത്തെ ബ്രഹ്മി അങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കളർ ചേഞ്ചസ് വരും. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കാതെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ചമ്മന്തി കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പൊതുവെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ചമ്മന്തി? സാധാരണ രീതിയിൽ തേങ്ങ നമ്മുടെ പാലൊക്കെ തിരുമി എടുത്ത് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. തേങ്ങ പീര വെച്ച് നമ്മൾ കുറച്ച് എന്താ പറയുക, സവോളയും മുളകും പിന്നെ വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിൽ കുറച്ച് പുളി ചേർക്കുന്ന ആൾക്കാരുണ്ട്, പല ഇൻഗ്രീഡിയൻസ് ഇടുന്നവരുണ്ട്, പല ടൈപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്തിട്ടാണല്ലോ നമ്മൾ സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ചമ്മന്തി ഉണ്ടാക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ച് അത് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇട്ട്, കുറച്ച് ചിലർക്ക് തിക്ക് ഇഷ്ടമാണ്, ചിലർക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ചിലർ നല്ല നീട്ടി എടുക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഒരു മീഡിയം, അതായത് നല്ല തിക്ക് ഇഷ്ടമല്ല, നല്ല ലൂസ് ഇഷ്ടമല്ല, പക്ഷെ ഒരു മീഡിയം രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ചമ്മന്തിക്ക് കുറച്ചുകൂടി ഒരു രുചി കിട്ടാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് കടുക് പൊട്ടിക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ല നീട്ടിയിട്ടുള്ള ചമ്മന്തി തരും. അതായത് നമുക്ക് പച്ചമുളക് കൊണ്ടുള്ളതുണ്ട്, ചുമന്ന മുളക് കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തികളുണ്ട്. അപ്പം ചുമന്ന മുളക് കൂടുതലായിട്ട് നമ്മുടെ ഈ ഭാഗത്ത് ചുമന്ന മുളകാണ് ദോശയുടെ ഇഡലിയുടെ കൂടെയൊക്കെ കടയിൽ കൊടുക്കാറുള്ളത്. പിന്നെ സ്പെഷ്യലായിട്ടെന്ന് പറയുന്നതാണ് നമ്മുടെ വെള്ള ചമ്മന്തി, പച്ചമുളക് ചമ്മന്തി. ഈ ചമ്മന്തിയിൽ നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, സാധാരണ ചമ്മന്തി ആദ്യം നമ്മൾ രുചി കിട്ടാൻ വേണ്ടിയിട്ടും അതിനെ കുറച്ച് ഗ്രാനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കും, കടുക് പൊട്ടിക്കും, കുറച്ച് സവോളയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കടുക് വറുത്തെടുത്ത് നമ്മൾ അതിലേക്ക് ഈ ചമ്മന്തി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കും. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ഉണ്ടാക്കാറ്. ഇങ്ങനെ അല്ലാതെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ചമ്മന്തിയിൽ കടുക് പൊട്ടിക്കാതെ ആൾക്കാരുണ്ട് തരും. പക്ഷേ ചമ്മന്തി ഏറ്റവും നല്ലൊരു ഫുഡാണ്. ഒരു വേറെ മായങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ധൈര്യത്തോടെ കഴിക്കാൻ പറ്റിയ ഒരെണ്ണമാണ് ചമ്മന്തി. പക്ഷേ നമ്മൾ ചെയ്ത ചെറിയൊരു കാര്യം, രുചി കൂട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു രീതി അനുസരിച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ കടുക് പൊട്ടിക്കാനും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ചമ്മന്തി അങ്ങോട്ടിട്ട് ഈ ചമ്മന്തി നമ്മളിങ്ങനെ തിളപ്പിച്ച് ചൂടാക്കുമ്പോൾ ഇതിൽ നമുക്ക് എണ്ണ ഇറങ്ങും, കൊളസ്ട്രോൾ ലെവൽ കൂടും, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ചമ്മന്തിയിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അധികം ഓയിൽ കണ്ടന്റ് ഉള്ളിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. അതായത് കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പം മിക്സിയിൽ അരച്ചിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുമല്ലോ, എന്നിട്ടാണല്ലോ കടുക് പൊട്ടിച്ച് ചമ്മന്തി അങ്ങോട്ട് ഇടുന്നത്. അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ചമ്മന്തി അരച്ച് മിക്സിയിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് വെച്ചിട്ട് ഈ കടുക് പൊട്ടിച്ചത് എടുത്തിട്ട് ഈ ചമ്മന്തിയിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിച്ച് ചമ്മന്തി കൂട്ടാനും പറ്റും, രുചിയായിട്ട് കഴിക്കാനും പറ്റും. അധികം കൊളസ്ട്രോൾ പ്രശ്നങ്ങളോ എണ്ണ പ്രശ്നങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ലിവറിന് ലോഡ് കൂടുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചൂടാക്കി തിളപ്പിച്ചെടുക്കുന്ന ചമ്മന്തി അത്ര ഹെൽത്തി അല്ല. സോ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി കളർ ചമ്മന്തികൾ ഉപയോഗിക്കാം, വെറൈറ്റി രീതികൾ. നമുക്ക് കുട്ടികൾക്ക് ഏത് ടൈപ്പ്, ഏത് കളർ, ഏത് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് ചമ്മന്തി യൂസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് പല ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ വെളുത്തുള്ളിയായിട്ട്, ഇപ്പം ചുമന്നുള്ളി ഇടുന്ന, അതായത് ചെറിയ ഉള്ളി ഇടുന്നതുകൊണ്ട് വലിയ ഉള്ളി ഇടുന്നതുണ്ട്. അതേപോലെ തന്നെ ചുമന്ന മുളകുണ്ട്, പച്ചമുളകുണ്ട്. ചിലർ പുളിയിടും, ചിലർ പുളി ഇടത്തില്ല. ചിലർ ഇലകൾ ഇട്ടിട്ട് ചെയ്യാറുണ്ട്, ചിലർ വെജിറ്റബിൾസ്, അതേപോലെ ക്യാരറ്റ്, അതേപോലെ നെല്ലിക്ക ചമ്മന്തി ഏറ്റവും ഹെൽത്തിയാണ്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈ വൈറ്റമിൻ സി ഉണ്ട്,
ഈ വൈറ്റമിൻസ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നെല്ലിക്ക ചമ്മന്തി നല്ലതാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും മോഷൻ ക്ലിയർ ആവുന്നില്ലേ, കുറച്ച് കൂടുതൽ നെല്ലിക്ക ഇട്ടിട്ട് ഈ ചമ്മന്തിയുടെ കൂടെ കൂടുതൽ നെല്ലിക്ക അരച്ച് ചമ്മന്തി ആക്കിയിട്ട് അത് ആ ചമ്മന്തി ഇപ്പം കട്ടിയായിട്ട് ബോൾ പോലെ ആക്കിയിട്ട് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ മോഷൻ ക്ലിയർ ആവും. ഇനി കുറച്ചുകൂടെ ചമ്മന്തിയുടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നമുള്ളവർക്ക് മുരിങ്ങിക്ക ഇല്ലേ, മുരിങ്ങക്കോലിനകത്തു നിന്ന് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കുരു എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ ഇങ്ങനെ നന്നായിട്ട് പൾപ്പ് എടുത്ത് നമ്മൾ സാധാരണ ചമ്മന്തിൻ്റെ കൂടെ ഇട്ട് അരച്ച് നമ്മൾ ചമ്മന്തി പോലെ കഴിക്കുകയാണെങ്കിൽ ഹീറ്റ് ആക്കരുത്. ഇതൊന്നും ഹീറ്റ് ആക്കി കഴിക്കുന്ന സാധനങ്ങളല്ല, ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആക്കുന്നുള്ളതല്ല. അപ്പം അങ്ങനെ മുരിങ്ങയുടെ പൾപ്പ് ഇട്ടിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഷൻ ക്ലിയർ ആകാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ മുരിങ്ങയില വെച്ച് ചെയ്യാറുണ്ട്, അതേപോലെ മല്ലിച്ചപ്പിട്ടിട്ടുള്ള ചമ്മന്തി ചെയ്യാറുണ്ട്, അതേപോലെ ഉലുവ ഇല വെച്ചിട്ടുള്ള ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് പല ടൈപ്പ് ചമ്മന്തികൾ ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വെറൈറ്റി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിലിട്, അപ്പോൾ എനിക്കും കൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും ഇനി വെറൈറ്റി ഏതൊക്കെ ചമ്മന്തികളാണുള്ളത്, എനിക്കും ട്രൈ ചെയ്യാമല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ചമ്മന്തിയുടെ വെറൈറ്റികൾ ഏതാണെന്ന് നോക്കിയിട്ട് അത് കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ് മെയിനായിട്ടും, ചമ്മന്തി നല്ലതാണ്. വെറൈറ്റി ടൈപ്പിലുള്ള വെജിറ്റബിൾസ്, നമുക്ക് നട്ട്സ് ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും, ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും നല്ലത്, ഫുഡിൽ ഏറ്റവും നല്ലത് തേങ്ങാപ്പാൽ, തേങ്ങാപ്പീര, തേങ്ങാവെള്ളം, ഇതൊക്കെ വളരെ നല്ല ഫുഡാണ്. സോ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചമ്മന്തി എല്ലാ ദിവസവും അത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് ചമ്മന്തി കൂട്ടാൻ പറ്റുന്ന ഏതൊക്കെ സംഭവങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അധികം ഡാമേജ് ഇല്ല, കൂടുതൽ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടും, ശരീരത്തിന് ഏറ്റവും നല്ലതും കൂടിയാണ്. അപ്പോൾ വെറൈറ്റി ചമ്മന്തികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് ഹീറ്റ് ആക്കാതെ എടുക്കുക. ഇനി അത്ര നിർബന്ധമാണ് എനിക്ക് കടുക് പൊട്ടിച്ചത് വേണമെന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിച്ചിട്ട് ചമ്മന്തിയിലേക്ക് ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതെന്നല്ല, രുചിക്ക് ഏറ്റവും നല്ലതാണ്. അപ്പം കൂടുതൽ ഹെൽത്ത് ഡാമേജും ഇല്ലാതിരിക്കും. അപ്പം ചമ്മന്തി ഇങ്ങനെ ഒന്ന് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.